ഹൈ ഡയമണ്ട് വിൽപ്പനയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഡ്രീം യൂസർ കാർ ഷോറൂമിലാണ്. കറക്റ്റ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാല സ്റ്റോപ്പ് നമ്മുടെ എന്നത്തെ പോലെ നമ്മുടെ ഷോറൂം. ഓക്കെ, നമ്മുടെ അർണോൾഡ് ഉണ്ട് കേട്ടോ കൂടെ. അർണോൾഡ് നമസ്കാരം. മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. വീണ്ടും ഒരുപാട് വണ്ടികളോട് നടന്നിട്ടുണ്ട് കേട്ടോ. കുറെ വണ്ടികളുണ്ട്, ബാക്കിലേക്ക് കണ്ടില്ലേ, കുറെ വണ്ടികളും കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് സമയങ്ങളില്ല, നമുക്ക് ഡീറ്റെയിൽ വേഗം അർണോൾഡ് പറഞ്ഞു തരും. ശരി, ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അർണോൾഡ് നമ്മുടെ കൂടെ. അർണോൾഡ്, നമുക്ക് ഫസ്റ്റത്തെ വണ്ടി ഒന്ന് നമ്മുടെ ഡ്രീം യൂസർ കാർസില് നമുക്ക് ഒരു XUV ടൈപ്പ് TUV 300 2017 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി. 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓണർഷിപ്പ് വണ്ടിയാണ്. T6 പ്ലസ്. ഇത് നമുക്ക് ടോപ്പ് എൻഡ് ആണോ ഇതിന്റെ പറഞ്ഞത്? മിഡിൽ ഓപ്ഷൻ, T8 തൊട്ട് താഴെ. അതായത് നമുക്ക് ഒരുവിധ എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. അലോയ് ഉണ്ടാവില്ല, ബാക്കിയുണ്ടോ എയർ ബാഗ്, ABS, 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അലോയിൽ ഉണ്ടാവില്ല എന്നുള്ളൂ. ഇത് 7 സീറ്റർ വണ്ടിയാണ്. T6 പ്ലസ് സിംഗിൾ ഓണറിലെ വണ്ടി നിൽക്കണേ. യാതൊരുവിധ റീപ്ലേസ് ഇഷ്യൂസ് ഒന്നുമില്ല വണ്ടി. ഇത് ഡീസൽ അല്ലേ? ഇത് ഡീസൽ വണ്ടി. നമുക്ക് ഇതിനൊക്കെ 10-20 മൈലേജ്, 18 ഒരു 14-15 അത്രേ വരുന്നുള്ളൂ. വലിയ വണ്ടിയല്ലേ? വലിയ വണ്ടിയാണ്. ഓക്കെ, ടയറുകളൊക്കെ അടിപൊളിയാണ്. ടയറുകളൊക്കെ നല്ല കട്ടിയുള്ള ടയർ. അതെ 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 അതെ. ഓക്കെ, ഇതില് വേറെ റീപ്ലേസ് ഇഷ്യൂസ് ഒന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നും 7 സീറ്റർ ആണ്. 7 സീറ്റർ വണ്ടിയാണ്. ആണ്. എത്ര പറയണതിന്? ഇത് 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയാണ് പറയുന്നത്. 5 ലക്ഷം രൂപയ്ക്ക് സുഖമായിട്ട് ഒരു നമുക്ക് ഡയറക്റ്റ് വരുമ്പോൾ ഓൺ ടേബിൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചെറിയ മാറ്റങ്ങൾ ലോൺ ആയാലും ഒരു 4 ലക്ഷം ലോണും കിട്ടും കേട്ടോ. ലോണാണ് ഇപ്പൊ എല്ലാവർക്കും വേണ്ടത്. ലോൺ കിട്ടും വണ്ടിക്ക്. 4.5 ലോൺ കിട്ടും. ലോണുണ്ട്. ചെറിയ എമൗണ്ട് മാത്രം ഡൗൺ പേയ്മെന്റ് ചെയ്താൽ മതി. സിബിൽ സ്കോറിന്റെ ഒക്കെ നോക്കിയിട്ട്. അതെ അതെ, സിബിൽ വലിയ ഇഷ്യൂസ് ഉണ്ടെങ്കിലാണ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൂ. എക്സ്ചേഞ്ച് കിട്ടില്ല നമുക്ക്. എക്സ്ചേഞ്ച് നോക്കാം. എക്സ്ചേഞ്ചും അവരെടുക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കി തീരുമാനിക്കുക. അടുത്ത് നമുക്കൊരു കിയ സെൽട്ടോസ്. ഇത് 2022 മോഡല് HTK ഡീസൽ. HTK അത് മോളിൽ നിന്ന് അടിയിൽ രണ്ടാമത്തെ HTXന്റെ താഴെ. ഇപ്പൊ അതിന്റെ മേലേക്ക് GT ലൈൻ HTXന്റെ താഴെ. ഇതും അടിപൊളി കാര്യങ്ങളൊക്കെയാണ്. 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ അല്ലെ? സെക്കൻഡ് ഓണർഷിപ്പില് ഡീസൽ വേരിയന്റ് ആണ്. ഡീസലാണ്. മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വേറെ റീപ്ലേസ് തട്ടുമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. എത്ര പറയണേന്? ഇത് 14 ലക്ഷം രൂപ. 14 ലക്ഷം രൂപയാണ് കേട്ടോ. അതൊക്കെ ആസ്കിംഗ് പ്രൈസ് ആണ്. ഡയറക്റ്റ് വന്ന് സംസാരിക്കുക. ലോണും കിട്ടും, ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഇതോ EMI? ഇത് 2018 മോഡല്. ഓട്ടോമാറ്റിക് ആണ്. വി ഓപ്ഷൻ. കമ്പനി സർവീസ് 80,000 കിലോമീറ്റർ. ഇത് പെട്രോൾ ആണ് അല്ലേ? ഓക്കെ, ഒരു പെട്രോൾ വണ്ടി നോക്കണവർക്ക് ഒരു ഇതാണ് കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പില് 80,000 കിലോമീറ്റർ ഓടിയേക്കണു. വേറെ തട്ടുമുട്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. കമ്പനി സർവീസ് ആണ്. കമ്പനി സർവീസ് കാര്യങ്ങളുണ്ട് അല്ലേ? വണ്ടി നല്ല നീറ്റ് ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ. ഇന്റീരിയറൊക്കെ നല്ല വൃത്തിയുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എത്ര പറയണേ? ഇത് 680. 6,80,000 ആണ് പറയുന്നത്. ഡയറക്റ്റ് വരാം. 5.5-6 ലക്ഷം വരെയൊക്കെ ലോണും കിട്ടും അല്ലേ? റേറ്റ് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. നമ്മളൊരു എല്ലാ വണ്ടികളും നമുക്ക് കൂടുതൽ പാർക്ക് ആൻഡ് സെയിൽ വണ്ടികളൊക്കെയാണ് കൂടുതൽ. പിന്നെ പാർക്ക് ആൻഡ് സെയിൽ ആണ് കൂടുതൽ. ഇതൊക്കെ പാർക്ക് ആൻഡ് സെയിൽ ആണ്. അതൊക്കെ പാർക്ക് ആൻഡ് സെയിൽ ആണ്. ഇതെങ്ങനെയാ? ഇത് സോൾഡ് കണ്ടു. ഇതിപ്പോ ഒരു അഡ്വാൻസ് ആയിട്ട് വണ്ടി ലോൺ കൊടുത്തേക്കാം. പറഞ്ഞിട്ട് പോവാം നമുക്ക്. 2021 അർബൻ ക്രൂയിസർ. കമ്പനി വാറന്റി കാര്യങ്ങള് 26 വരെ കമ്പനി വാറന്റി എല്ലാം ഉണ്ട്. ഓട്ടോമാറ്റിക് ആണ്. ഇത് 10.25 നമ്മൾ ചോദിക്കണേ ആസ്കിംഗ് റേറ്റ്. സോൾഡ് ആയിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അത് ലോൺ കൊടുത്തേക്കാണ്. എന്തെങ്കിലും ലോണിൽ ഞാൻ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമാണ് കിട്ടാണ്ടിരിക്കുള്ളൂ. ഇതോ? ഇത് ഫോർച്യൂണർ. KL 10 രജിസ്ട്രേഷൻ ആണ്. KL 10 നമ്പർ ആയിട്ടുള്ള വണ്ടി. ഇത് 2009 മോഡല്. ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാ. 44 മാനുവലി. അപ്പൊ നമുക്ക് പേപ്പർ 5 കൊല്ലത്തേക്ക് 29 വരെ പേപ്പർ ഉണ്ട്. 29 നവംബർ വരെ പേപ്പർ ഉണ്ട് അല്ലേ? മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. MH ആയിരുന്നു അത്. 1.5 ലക്ഷം കിലോമീറ്റർ ആണ് കാണുന്നത്. എത്ര ഓടിയേക്കണേ? 1.5 ലക്ഷം. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയേക്കണേ. എഞ്ചിൻ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആണ്. കാര്യങ്ങളൊന്നും ഇല്ല. 8 അല്ല സീറ്റ്? 8 അല്ല. വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി നല്ല വണ്ടി കേട്ടോ. എത്ര പറയണേന്? ഇത് 8.25 ലക്ഷമാണ്. അത് കാസ്കിംഗ് പ്രൈസ് ആണ് കേട്ടോ. ഡയറക്റ്റ് വരാതെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല.
ഇതിന് ലോണ് കിട്ടും. 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം ഒക്കെ ലോണ് കിട്ടും. ലോണ് കിട്ടും. 4x4 ആണ്. 4x4 ഫോർച്യൂണർ. നമുക്ക് അടുത്തേക്ക് പോയല്ലോ. അതെ, ഇത് നിസാന്റെ മാഗ്നറ്റ് 2021 മോഡല്. ഫ്രണ്ടിൽ നിന്ന് കാണാം. 21 മോഡല്. സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർ, ഓട്ടോമാറ്റിക്, ടർബോ CVT. ഓക്കെ, ടർബോ പറഞ്ഞ CVT മോഡലാണ്. CVT ആണല്ലേ ടർബോ. ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. വേറെ റീപ്ലേസ് ഒന്നും ഇല്ല. കമ്പനി സർവീസ് ആണ് വണ്ടി. ഇത് 760 റേറ്റ്. 7,60,000. 7,60,000 നല്ല നീറ്റ് ആയിട്ട് നല്ല നീറ്റ് വണ്ടിയാണ്. ടയറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വേറെ തട്ടിമുട്ടൊന്നുമില്ല. നമുക്ക് എത്ര സ്പീഡിൽ പോകും? ഒരുപാട് വണ്ടികളുണ്ട് നമുക്ക് പരിചയപ്പെടാനായിട്ട്. ഇത് 2021 മോഡല് ഹുണ്ടായി വെന്യൂ. 21 മോഡല് SMT സിംഗിൾ ഓണർ. 54,000 കിലോമീറ്റർ. 54,000 കിലോമീറ്റർ അല്ലെ? 1 കിലോമീറ്ററിൽ സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടി നിൽക്കണം കേട്ടോ. കമ്പനി സർവീസ് ആണ്. വേരിയന്റ് ആണ്. വേറെ തട്ടിമുട്ട് റീപ്ലേസ് ഒന്നുമില്ല. എന്താ പറയുക? ഇത് 7,4 ചോദിക്കണേ. റേറ്റ് നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ റേറ്റ് ആണ് കേട്ടോ. 7,4 ലക്ഷമാണ് ചോദിക്കുന്നത്. പെട്രോൾ വണ്ടിയാണ്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. നീറ്റ് ആണ്. വേറെ റീപ്ലേസ് ഇഷ്യൂസ് ഒന്നുമില്ല. കമ്പനി സർവീസിൽ സിംഗിൾ ഓണറിൽ അല്ലെ? നമുക്ക് കഴിഞ്ഞ് അങ്ങോട്ട് പോയല്ലോ. ഇത് ഓൾട്ടയാണോ? അല്ല, ഇത് 2014 സ്പാർക്ക് സിംഗിൾ ഓണർ. 40,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 14 നല്ല മെയിൻറ്റെയിൻ ചെയ്ത് പോലെയും കാര്യങ്ങളും അടിപൊളി ടയർ അലോയിക്കിട്ട് 14ലേക്ക് വന്നു. 14 മോഡല് പുതിയ ഷേപ്പ്. സ്പാർക്ക് എത്ര വരെ ഇറങ്ങുന്നുണ്ട് നമുക്ക്? 14 അല്ലേ? ഇതില് നമുക്ക് പവർ സ്റ്റിയറിംഗ് ഉണ്ട്. 4 ഡോർ പവർ വിൻഡോ ഉണ്ട്. സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങള്, അലോയ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. നീറ്റിലിരിക്കുന്നു. ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓണർ. 40,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള വണ്ടി. 40 ഓടിയിട്ടുള്ളൂ. ഫുൾ ഓപ്ഷൻ LT. മാനുവൽ അല്ലേ? മാനുവൽ. ഇതിനൊക്കെ എന്താ മൈലേജ് വരണം നമുക്ക്? ഇതിനൊക്കെ ഒരു 15,000 മൈലേജ് ഉണ്ടോ? 3 സിലിണ്ടർ അല്ല വണ്ടി? 3 സിലിണ്ടർ. എത്ര പറയണേന്? ഇത് 1,50,000. 1.5 ലക്ഷമാണ് കേട്ടോ വണ്ടി. ഇത് കാരണം 2014 മോഡലുണ്ട്. സിംഗിൾ ഓൺഷിപ്പില്. ഇതിന്റെ ടയറുകളും കാര്യങ്ങളൊക്കെ ടയറുകളും അലോയ്ക്ക് ഇട്ട് 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. പെയിന്റിംഗ് നല്ല രസമാണ്. 14 മോഡൽ ഉണ്ട്. അതാണ് പ്രത്യേകത കേട്ടോ. ഇത് 4 റേറ്റ് അല്ലേ? ഇതിന് ലോൺ കിട്ടില്ല എന്നുണ്ടല്ലേ? ലോൺ കിട്ടില്ല. ലോൺ കിട്ടില്ല കേട്ടോ. ഇപ്പൊ ഡയറക്റ്റ് വരാം കേട്ടോ. ഇത് നമുക്ക് കുഞ്ഞ് ചെറിയൊരു ഫാമിലിക്ക് വേണ്ടി പറ്റിയ വണ്ടിയാണ് അല്ലേ? ഇതോ? പിന്നെ 2023 മോഡല് ട്രിഗർ 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ. 16,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പെട്രോള് സിംഗിൾ ഓണർഷിപ്പ്. 2027 വരെ കമ്പനി വാറന്റി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എഞ്ചിന് കംപ്ലൈന്റ് എന്തൊക്കെ വന്നാലും വാറന്റി ഒക്കെ ഉള്ളതാണ്. എത്ര പറയണേ? ഇത് 5,300,000 നമ്മൾ ആസ്ക് ചെയ്യും. 5,300,000 കേട്ടോ. 5,00,000 ലോണും കയറും അല്ലെ? ചെറിയ എമൗണ്ട് ഉണ്ടെങ്കിൽ ഇറക്കാം. 23 മോഡലല്ലേ? 23 മോഡൽ. 1 വർഷത്തെ 1.5 വർഷത്തെ കുഴപ്പമുള്ളൂ. ഒരു അടുപ്പിച്ച് കിടക്കുന്ന കാരണം ഇങ്ങനെ ജസ്റ്റ് ഡീറ്റെയിലും കാര്യങ്ങളും ഒന്ന് നാളെ വിളിച്ചാൽ മതി കേട്ടോ. അടുത്ത വണ്ടി ഏതാ? എറ്റിയോസ് 2013 മോഡൽ. 13 മോഡൽ. ഇവിടുത്തെ വണ്ടി തന്നെയല്ലേ? അതെ, KL 46 കേരള വണ്ടി. സെക്കൻഡ് ഓണർ. കമ്പനി സർവീസ് ആണ്. ഇത് 3,80,000 രൂപ ചോദിക്കും. 3,80,000 അല്ലേ? കമ്പനി സർവീസിൽ സെക്കൻഡ് ഓണറിൽ. എത്ര ഓട്ടം പറഞ്ഞു? ഇത് 230 ഓട്ടോ ഓടിയിട്ടുണ്ട്. ക്ലച്ച് കാര്യങ്ങളൊക്കെ ഇപ്പൊ ടയോട്ടയിൽ മാറിയിട്ടുണ്ട്. ഒന്നുമില്ല. ഡീസൽ അല്ലേ? ഡീസൽ വണ്ടി. ഒരു 10, 22, 23 ഒക്കെ മൈലേജ് സുഖമായിട്ട് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് കേട്ടോ. ടയറുകളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ടയർ മാറ്റാണ് ഇനി കഷ്ടപ്പെടേണ്ട. അത്യാവശ്യം ടയറുകളുണ്ട്. എത്ര പറഞ്ഞെന്ന് പറഞ്ഞു? ഇത് 3,80,000 അല്ലേ? 3,80,000 ആണ് പറഞ്ഞേക്കണേ. നെഗോഷ്യബിൾ റേറ്റ് അല്ലേ? നെഗോഷ്യബിൾ റേറ്റ് ആണ് കേട്ടോ. ഡയറക്റ്റ് വരെ ഡീസൽ വണ്ടിയാണ് കേട്ടോ. ലോണൊക്കെ കിട്ടും. ലോൺ കിട്ടും അല്ലേ? അടുത്ത വണ്ടി നമുക്ക് ഫോർഡിന്റെ എസ്പയർ. കുറെ ആൾക്കാർ അന്വേഷിച്ച് കിടക്കുന്ന സാധനമാണ്. എസ്പയർ 2019 വണ്ടി. ഡീസൽ ഓണർ. പെട്രോൾ സിംഗിൾ ഓണർഷിപ്പിൽ അല്ലേ? 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ മാനുവൽ വണ്ടി. നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഫോർഡിന്റെ. നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. വണ്ടി വേറെ തട്ടുമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ ഒക്കെ നല്ല പുത്തൻ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജറായിട്ട് റീപ്ലേസ് ഇഷ്യൂസ് ഒന്നുമില്ല. കമ്പനി സർവീസും കാര്യങ്ങളാണ് കേട്ടോ. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം, പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ്, എല്ലാ കാര്യങ്ങളും ഉണ്ട് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? എത്ര പറയണേന്? 4,15,000. 4,15,000 ചോദിക്കുന്ന റേറ്റ് ഉള്ളൂ. നിങ്ങൾ ഡയറക്റ്റ് വന്ന് സംസാരിക്കുക. ലോണും കിട്ടില്ലേ? ലോൺ കിട്ടും. ലോണും കിട്ടും കേട്ടോ.
നെഗോഷ്യബിൾ റേറ്റ് ആണ്. ഒരു സിറ്റി ഉണ്ടല്ലോ, ഹോണ്ട സിറ്റി 2016 ഡീസൽ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. ഇവിടെ പ്രോപ്പർ രജിസ്ട്രേഷൻ തന്നെ. KL8 വണ്ടിയാണ്. ഹോണ്ടയിൽ തന്നെ ഫുള്ള് കമ്പനി സർവീസ്. ഹോണ്ടയിൽ സർവീസ് അല്ലേ? നല്ല നീറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ വണ്ടി. അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇട്ട്. 75,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിലല്ലേ? ഡീസൽ 75,000 കിലോമീറ്റർ ഓടിയാണ്. എത്ര പറയണേ? ഇത് 680. 6.5 ലക്ഷം. 6 ലക്ഷം നെഗോഷ്യബിൾ റേറ്റ് അല്ലേ? ഓക്കെ. ഹോണ്ട സിറ്റിയുടെ ഡീറ്റെയിൽ എങ്ങനെയാണ് കേട്ടോ? അത് ഡയറക്റ്റ് വന്ന് സംസാരിക്കും. ഇതിന്റെ പൈസ എത്ര 6,50,000 രൂപ. 6.5 ലക്ഷം ചോദിക്കുന്നത് അല്ലേ? ഓക്കെ, ഡയറക്റ്റ് വരാം കേട്ടോ. ഇതൊക്കെ ലോൺ കയറുന്ന വണ്ടികളാണ്. വീണ്ടും ഒരു ടെസ്റ്ററാ അല്ല, ഇത് ഡാറ്റ്സന്റെ 7 സീറ്റ് ആണ് അല്ലേ? സെക്കൻഡ് ഓണർ 2016 മുകളിൽ 57,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ 2016. ഓക്കെ, നല്ല അടിപൊളി ടയറുകളും കാര്യങ്ങളും കേട്ടോ. വണ്ടി നീറ്റ് ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ആണ് അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി. റീപ്ലേസോ ഇഷ്യൂസോ ഒന്നും ഇല്ല. സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 7 സീറ്റർ വണ്ടി കേട്ടോ. ഓക്കെ, എത്ര പറഞ്ഞത്? ഇത് 2.30 ആസ്ക് ചെയ്യണം. 2.5. 2.30. 2.30 കേട്ടോ. 2,30,000 ആണ് ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഉള്ളൂ. ഡയറക്റ്റ് വരാം. നല്ല നീറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. മേജർ ആയിട്ട് ഇഷ്യൂസ് ഒന്നും മേജർ തട്ടുമുട്ട കാര്യങ്ങളൊന്നും ഇല്ല. അടുത്തതോ? ഇത് നിസാന്റെ മൈക്ര 2015 മോഡൽ. 15 മോഡൽ മൈക്രോ. CVT ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക്. CVT ആണ്, ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് 71,000 കിലോമീറ്റർ. 79,000 കമ്പനി സർവീസ്. ഇതിലൊക്കെ എത്ര മൈലേജ് വരണേ? മൈക്രക്കൊക്കെ മൈലേജ് കുറവായിരിക്കും. അല്ലേ? ഓക്കെ, ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ് വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. എത്ര പറഞ്ഞേ? ഇത് 3.75. 3,70,000 കേട്ടോ. ഡയറക്റ്റ് ഒന്ന് സംസാരിക്കുക. വണ്ടി കണ്ടിട്ട് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ ഏതാ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നോക്കാം. ഇത് റിനോൾട്ടിന്റെ കിഡ് ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർഷിപ്പ്, കമ്പനി സർവീസ് വണ്ടി. കമ്പനി സർവീസ് 2017 രജിസ്ട്രേഷൻ. 17 നല്ല ടയറുകളുണ്ട്. 17 രജിസ്ട്രേഷൻ വണ്ടി കേട്ടോ. അത്യാവശ്യം മോഡലുള്ള വണ്ടികളാണ്. സിംഗിൾ ഓണർഷിപ്പ്. വെറും 78,000 കിലോമീറ്റർ അല്ലേ? തട്ടുമുട്ട കാര്യങ്ങളൊന്നുമില്ല. തട്ടുമുട്ട കാര്യങ്ങളൊന്നുമില്ല. 17 വണ്ടിയാണ് കേട്ടോ. ഓട്ടോമാറ്റിക് നോക്കണവർക്ക് ഒരു ഓപ്ഷനാണ്. ഇതിന്റെ ടോപ്പ് ആണോ വരുന്നത്? ഇത് RXT 1000 cc ആണ് വരുന്നത്. 1.0 അല്ലേ? RXL. ഇത് ഏത് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്? ഇത് ഓട്ടോമാറ്റിക് ആയിരിക്കും. ഓട്ടോമാറ്റിക് കിഡ് അല്ലേ? എത്ര പറയണതിന്? ഇതിന് 3.25. 3,25,000. 3,25,000 ചോദിക്കണുള്ളൂ കേട്ടോ. ഡയറക്റ്റ് വരാം. ഓട്ടോമാറ്റിക് ഒരു ചെറിയ മോഡലും ഉണ്ട്. ഇതോ? ഇത് 2015 മോഡൽ സെലേറി ഓട്ടോമാറ്റിക്. EXI. സിംഗിൾ ഓണർഷിപ്പ് 78,000 കിലോമീറ്റർ. കമ്പനി സർവീസ് ഫുള്ള്. കമ്പനി സർവീസ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ. ഇതിൽ എത്ര പറയണേ? ഇത് 4.4 ലക്ഷമാണ് പറയണേ കേട്ടോ. ഡയറക്റ്റ് വരാം. അതും സെലറി അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഒരു പുതിയ മോഡൽ വാഗനർ എടുക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ്? 2019 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വാഗനറാ. 19 മോഡലുണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ. VXI ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് അത് ഫുൾ ഓപ്ഷൻ. ഇതിന്റെ സെഡ് വരുന്നുണ്ടോ? ZXi വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇതിൽ വന്നാലേ 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഒരുവിധം എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടയറുകളാണ്. എത്ര ഓട്ടം പറഞ്ഞത്? ഇത് ഓട്ടം 95,000 ഓടിയുണ്ട്. ഫുള്ള് കമ്പനി സർവീസ് മെയിൻറ്റെയിൻ ചെയ്യണം വണ്ടി. എത്ര പറയണേ? ഇത് 4.80. 4,80,000 അല്ലേ? ഓക്കെ. വീണ്ടും നമുക്ക് വാഗനർ വന്നിട്ടുണ്ട്. 2015 മോഡല്. 15 ഉണ്ടല്ലോ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 15. ഇത് 3,40,000 രൂപ ചോദിക്കും. 3,40,000 രൂപ അല്ലേ? ഓക്കെ. 3,40,000 ഡയറക്റ്റ് സംസാരിക്കാം കേട്ടോ. വണ്ടി വേറെ മേജർ ആയിട്ട് ഒറ്റ തട്ടുമുട്ടൊന്നുമില്ല. കമ്പനി സർവീസ് ആണ്. ഇതോ? ഇയോൺ 2012 വണ്ടി. കമ്പനി സർവീസ് വണ്ടിയാണ്. തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. മേജർ ആയിട്ട് ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ. വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ? കമ്പനി ഹിസ്റ്ററി സർവീസ്. എത്ര പറയണേ? ഇത് 1.85. ലോണൊക്കെ കിട്ടും അല്ലേ? എക്സ്ചേഞ്ച് ഒക്കെ ചെയ്തൂടെ നമുക്ക്? എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യാം. ഓക്കെ. നമുക്കൊരു സാൻഡ്രോ പരിചയപ്പെടാം കേട്ടോ. ഇത് 2006 മോഡല്. 6 വണ്ടി അല്ലേ? 26 വരെ പേപ്പർ. 26 വരെ. ഇതിന് 1 രൂപ ചോദിക്കുന്നു. 1 ലക്ഷം ചോദിക്കുന്നത്. ഇതില് നമുക്ക് AC
AC പവർ സ്റ്റിയറിംഗ് ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് ഉണ്ട് കേട്ടോ. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. വേറെ റീപ്ലേസ് ഒന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ് ഉണ്ട്. സാധാ ഒരു ഫാബ്രിക് ഒരു വീണ്ടും ഒരു സാൻഡ്രോ 12 മോഡലാണ്. 12. ഇത് 15. ഇത് 2006. 12. ഇത് 12. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ് അല്ലേ? AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ ഒക്കെ ഉണ്ട്. 2 ഡോർ പവർ വിൻഡോ, റിവേഴ്സ് ക്യാമറ ഒക്കെ ഉണ്ട്. കുറച്ചുകൂടി നല്ല പെയിന്റിംഗ് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. നല്ല ടയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നെ എത്ര പറയാം? 1,85. 1,85,000 ഉള്ളൂ. 1,85,000 ആണ് കേട്ടോ. നെഗോഷ്യബിൾ റേറ്റ് അല്ലേ? നെഗോഷ്യബിൾ റേറ്റ് ആണ്. അതോ ഇത് ടെസ്റ്റ് കഴിഞ്ഞ ഓൾട്ടോ ഇപ്പോ സിംഗിൾ ഓണർഷിപ്പ് കെലൈറ്റ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് കെലൈറ്റ് സിംഗിൾ ഓണർഷിപ്പ്. ഇത് എന്താ പറയണേ? ഇത് 1,25 ചോദിക്കണു. ഇത് AC ഉള്ളതല്ലേ? AC പവർ സ്റ്റിയറിംഗ് ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് ഉണ്ട് കേട്ടോ. 1,25 ചോദിക്കുന്ന റേറ്റ് ആണ്. ഡയറക്റ്റ് വരാം. പക്ഷെ ഇതിനൊന്നും ലോണും നമുക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. ലോൺ കിട്ടില്ല. ഡയറക്റ്റ് വരാം. ചെറിയ എമൗണ്ട് ഉള്ളൂ. ഓക്കെ, അടുത്തതോ? ഇത് 2014 ഫോർഡ് ഫിഗോ. ഇത് 1,28 ഓടിയേക്കണ തേർഡ് ഓണർഷിപ്പ്. 1,25 ഓടിയേക്കണേ. തേർഡ് ഓണർഷിപ്പ്. ഡീസൽ അല്ലേ? ഡീസൽ. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കെ, 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക്, എല്ലാ കാര്യങ്ങളും. അലോയ്ക്ക് ഇത് അലോയ് കമ്പനി ഫുൾ ഓപ്ഷൻ കമ്പനി അലോയ് ആണ് കേട്ടോ. എത്ര പറയണേ? ഇത് 2,40,000. 2,40,000 രൂപ. ഇതൊരു ചെറിയ ബഡ്ജറ്റ് ആണെന്ന് തോന്നുന്നു. ഇതൊരു കുഞ്ഞമാരുതി കാറ്. വണ്ടി ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം ഓടിച്ച് പഠിക്കാനാണെങ്കിലോ ഉപയോഗിക്കാം അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 98 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ, DX ആകെ 68,000 കിലോമീറ്റർ. AC ഉണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. AC ആണ്. അടിപൊളി. അങ്ങനത്തെ ഫുൾ ഓപ്ഷൻ AC വണ്ടിയാണ് കേട്ടോ. 98 മോഡല്. 98 മോഡൽ. 98 മോഡൽ വണ്ടിയാണ് കേട്ടോ. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതില് AC ഉണ്ട്. പവർ സ്റ്റിയറിംഗ് ഉണ്ടോ? പവർ സ്റ്റിയറിംഗ് 800 ഇല്ല, വരുന്നില്ല. ഓക്കെ, ഇതെങ്ങനെയാ പറയണേ? സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. അതാണ് പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും 68 ഓടിയിട്ടുള്ളൂ. 68 ഓടിയിട്ടുള്ളൂ. ഇന്റീരിയർ ഇതൊക്കെ അന്നത്തെ സീറ്റ് കമ്പനി സീറ്റ് നീറ്റ് ഉണ്ട്. ഞാൻ നോക്കിയാൽ നല്ല നീറ്റുള്ള സീറ്റ് കാര്യങ്ങളൊക്കെയാണ്. മേജറായിട്ട് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും. എത്ര പറയണേ? ഇത് 65 രൂപ. 65 രൂപ കേട്ടോ. സിംഗിൾ ഓണർഷിപ്പില്, അതും AC ഉള്ള വണ്ടി. 65 രൂപ. അത് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കില്ലേ? ഇനി നമുക്ക് ഇതുപോലെ തന്നെ റേറ്റ് കുറവിന്റെ നോക്കുകയാണെങ്കിൽ സെന്നൊക്കെ നോക്കണവർക്ക് അവിടെ 55 രൂപ സെന്ന് ഫ്രണ്ടിൽ എടുക്കുന്നുണ്ട്. 55 രൂപ. അത് നമ്മള് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. പോണ സമയത്ത് ഒന്ന് കാണിക്കാം. ഇനി നമ്മള് അവിടെ നിന്ന് പരിചയപ്പെടാണ്ടല്ലേ?